ഇന്ന് കുട്ടനാടാണ് കാണാൻ പോകുന്നത്. ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന സ്ഥലങ്ങളാണ് കുട്ടനാടിൻ്റെ സ്ഥലങ്ങളായിട്ട് കാണുന്നത്. നെടുമുടി, കാവാലം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ആ ഭാഗത്തേക്ക് വരും. രാമങ്കിരി, ഇത് പോകുന്ന വഴി കാണുന്ന ഒരു റോഡ് സൈഡിൽ കാണുന്ന ഒരു കായൽ പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ പോളകൾ ഇഷ്ടംപോലെ കാണാം. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ പോള മാറ്റിയാലും പിന്നെയും കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഈ കുട്ടനാടെന്ന് പേര് കിട്ടാൻ കാരണം തന്നെ 3-4 കാരണമുണ്ടെന്നാണ് കേട്ടത്. അതിലൊന്ന് പഴയ ചേരരാജാവായ ചെങ്കുട്ടവൻ്റെ തലസ്ഥാനങ്ങളൊന്നാണ് കുട്ടനാടെന്ന് പറയുന്നു. കുട്ടവൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. കുട്ടവന്മാരുടെ നാടെന്ന് പറയുന്ന നാടും കുട്ടനാടെന്ന് അറിയപ്പെടുന്നു. ഇത് പോകുന്ന വഴി കാണുന്ന കുറേ താറാവ് മുട്ട ഒഴിക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. ഇഷ്ടംപോലെ താറാവിനെ വളർത്തിയിട്ട് അവിടെ തന്നെ മുട്ട ഒഴിക്കുന്ന ഒരു കേന്ദ്രമാണിത്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ കുട്ടന്മാരുടെ നാട്. കുട്ടൻ എന്ന് വെച്ചാൽ ബുദ്ധൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ബുദ്ധൻ വിഹാരങ്ങൾ പണ്ട് ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെയുള്ള കാരണം അവരുടെ സ്വാധീനം കൊണ്ട് കുട്ടന്മാരുടെ നാട് എന്ന നിലയിൽ കുട്ടനാടെന്നായി. മൂന്നാമത്തത് ചുട്ടനാടെന്ന അർത്ഥത്തിൽ നിന്ന് എന്നൊരു വാക്കിൽ നിന്ന് കുട്ടനാടായെന്നും പറയുന്നു. പണ്ട് ഇവിടെ വലിയ നിബിഡ വനമായിരുന്നു. ആ വനത്തിൽ നിന്ന് കാട്ടുതീപ്പെട്ട് ശരിക്കും നശിച്ചുപോയി. അങ്ങനെ മുഴുവൻ ചുട്ടുപോയപ്പോൾ കുട്ടനാടായിട്ട് മാറി കുട്ടനാട് മാറി എന്നും പറയുന്നു. അതിൽ കരിനീൽ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. കരിനീലത്തിൽ കരിയുടെ അംശം കൂടുതലുണ്ട്. അത് കുഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും പഴയ തടികൾ കരിഞ്ഞ നിലയിൽ കാണാൻ പറ്റും. സോ അതിനും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ കൃഷി നെല്ലാണ്. കേരളത്തിൽ നെൽറയായിട്ട് കുട്ടനാട് അറിയപ്പെടുന്നു. ഇതിന് 2012 കാർഷിക പൈതൃക ഗ്രാമമായിട്ട് കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ല്, കപ്പ, കാച്ചിൽ ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇവിടെ 1968 ഗവൺമെൻറ് ഒരു 2 തടയണ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കായലിലേക്ക് കടൽവെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളം കയറിയിട്ട് ഇവിടെ 2 തവണ കൃഷി ഇറക്കാൻ പറ്റില്ലായിരുന്നു. അതായത് ഇരിപ്പ് കൃഷി ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം 2 തവണ നെൽകൃഷി ചെയ്യുന്നതിനാണ് ഇരിപ്പ് കൃഷി എന്ന് പറയുന്നത്. അത് മുപ്പൂ കൃഷിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് തടയണ നിർമ്മിക്കാൻ ശ്രമിച്ചത്. ഇത് പോകുന്ന വഴിക്ക് കാണുന്ന പാലങ്ങളാണ്. എല്ലാ ഹൈറ്റിലാണ് പണിതിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായാലും പാലം മുളി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണിയുന്നത്. അപ്പോൾ മുപ്പൂ കൃഷി ആക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് 2 തടയണ നിർമ്മിച്ചു കൊടുത്തു. 1960 തുടങ്ങിയ പണി 2 തടയണ നിർമ്മിച്ചപ്പോഴേക്കും കയ്യിലുള്ള കാശൊക്കെ തീർന്നു. പിന്നെ 1972 ഇവിടുത്തെ നാട്ടുകാരെ കൂടി അതിൻ്റെ നടുക്കുള്ള തടയണ ഒറ്റ രാത്രി കൊണ്ട് ചെളി കൊണ്ട് നിർമ്മിച്ചു. പിന്നെ ഇപ്പോൾ പോകുന്ന വഴി കാണുന്ന കള്ള് ഷാപ്പുകളാണ്. ഇവിടെ അത്യാവശ്യം നല്ല കള്ളും കഴിക്കാൻ പറ്റിയ നല്ല കറികളൊക്കെ ചീപ്പ് വിലയ്ക്ക് അത്യാവശ്യം നല്ല ഒരു നീറ്റായ സ്ഥലത്ത് ഇത് കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ കാണുന്നത് പാടശേഖരങ്ങളാണ്. ആദ്യം നമ്മൾ പറഞ്ഞതല്ലോ നെല്ലറയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടനാട് ആക്ച്വലി 2.2 മീറ്റർ സമുദ്രനിരപ്പിൽ അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചില ഭാഗങ്ങൾ 60 സെൻറ്റിമീറ്റർ മുകളിലുണ്ട്. ഇത്രയും ചെറിയ താണസ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ലോകത്തിൽ തന്നെ അപൂർവം ചില സ്ഥലങ്ങളൊന്നാണ് കുട്ടനാട്. ഇവിടെ 2000 അടുത്തോളം ഏക്കറോളം കായൽ നികത്തി ഉണ്ടാക്കിയ ഭൂമിയാണ്. അത് ജോസഫ് മുരിക്കൻ എന്നൊരാളാണ് അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്ത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ കായൽ നികത്തി കൃഷിയിടാക്കി മാറ്റിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം പുന്നക്കാവ് എന്ന സ്ഥലമാണ്. കുട്ടനാട്ടിൽ തന്നെ സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജങ്കാറുണ്ട്. ആ ജങ്കാറ് കയറി പോയി കഴിഞ്ഞാൽ പുളിങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെയും പോയി കഴിഞ്ഞാൽ കാവാലം എന്ന സ്ഥലത്തെത്തും. ഇതാണ് പുളിങ്കുന്നത്തേക്ക് പോകുന്ന കടവാണ്. ജങ്കാറുണ്ട്. ജങ്കാറിൻ്റെ അടുത്ത് തന്നെ ഒരു ബോട്ടിൽ ആൾക്കാർക്കും കയറാം. ജങ്കാർ സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റാണി, മാർത്താണ്ഡം, ചിത്തിര 3 സ്ഥലങ്ങളിലായിട്ട് കൃഷിയിടങ്ങൾ മുരിക്കൻ ഉണ്ടാക്കിയിരുന്നു. 1973 കൂലി പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതെല്ലാം ഗവൺമെൻറ് തിരിച്ചു പിടിച്ച് തൊഴിലാളികൾക്ക് വിധിച്ചു കൊടുത്തു. പിന്നീട് ഒരു പ്രാവശ്യം വിജയകരമായ കൃഷി ചെയ്തെങ്കിൽ പിന്നീട് കൃഷി പരാജയപ്പെട്ടു എന്നാണ് കേട്ടത്. ഈ കടൽ സർവീസ് ഇത് കഴിഞ്ഞാൽ ഇത് പുളിങ്കുന്നത്തേക്ക് പോകുന്നതാണ്. പുളിങ്കുന്നത്തിൻ്റെ അപ്പുറത്തേക്ക് കാവാലത്തേക്ക് പോകും. നെടുമുടി, കാവാലം, തകഴി ഇതൊക്കെ ഈ കുട്ടനാടിപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഇവർക്ക് ഇവരുടേതായ ഒരു സംസ്കാരമുണ്ട്. ഒരു ദിവസത്തെ 1 ഡേ ട്രിപ്പിനൊക്കെ എറണാകുളത്ത് നിന്നുള്ളവർക്ക് ഇവിടെ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. വളരെ നല്ല മത്സ്യവും മുട്ടയും കപ്പയും ഒക്കെ ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ കടത്ത് സർവീസും ഉണ്ട്. 200 കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആൾ ഇവിടെ ചുറ്റിക്കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വള്ളത്തിൽ ജങ്കാറും അപ്പുറത്ത് ബോട്ടാണ് ഇതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നത്. അതായത് ബോട്ടിൽ ആൾക്കാർക്കും കയറാം. പാസഞ്ചർ കം ജങ്കാർ സർവീസ്. കാവാലം നാരായണപ്പണിക്കറൊക്കെ നെടുമുടി വേണമൊക്കെ ഈ നാട്ടിൽ നിന്നുണ്ടായിരുന്ന ആളുകളാണ്. ഇവർക്ക് വലുതായ നാടൻ പാട്ടുകളും ശൈലികളും പിന്നെ കൊയ്ത്ത് പാട്ടുകളൊക്കെ ഉണ്ട്.
ഇപ്പോൾ പാടത്ത് വിതച്ചിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ശരിക്കും പാടം മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. വിതച്ച് വരുന്നേ ഉള്ളൂ. രണ്ട് മൂന്നാഴ്ച കഴിയുകയാണെങ്കിൽ ശരിക്കും കാണാമായിരുന്നു. സോ ഇതോടെ കുട്ടനാടിൻ്റെ ഈ ബ്ലോഗ് തീരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ടതിൽ നന്ദി.